അവനോടു തുല്യം നാമാവാൻ നമ്മെ പോലെ അവനായി തിരുവേഷ്ടത്താൽ നരനായി. എന്തിന്? നമ്മെ തൻ പിതൃസുതരാക്കി റൂഹായോട് ചേർത്തിയിടാൻ അവൻ എന്ത് ചെയ്തു? വിശുദ്ധനായ പിതാക്കന്മാര് കർത്താവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് പറഞ്ഞ് പാടി പാടി നമ്മളെ പഠിപ്പിക്കുന്ന പാട്ടാണ്. അത്തനാസ്യോസിന്റെ പ്രസിദ്ധമായ പാട്ടുകളും വരികളുമാണ്. അവൻ നമ്മെ പോലെയായി ഒരുവനായി തീർന്നു. അത് നമ്മളെല്ലാ ആരാധനയിലും പാടുന്നുണ്ട്, നന്നായിട്ട് പാടുന്നുണ്ട്. നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി നമ്മളെ അവന്റെ പിതാവിനെ സുന്ദരാക്കി പരിശുദ്ധ റൂഹായോട് നമ്മളെ ബന്ധിച്ചു. നമ്മുടെ ആരാധന എത്ര സമ്പുഷ്ടാണ്! നമ്മുടെ ആരാധനയിൽ നമ്മളിത് പാടുന്നുണ്ട്. ഈ തെയോസിസ് അല്ലെങ്കിൽ അവന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് നമ്മളെ ദൈവമാക്കി മാറ്റാൻ അവൻ നടത്തിയ കഷ്ടപ്പാടുകളെ കുറിച്ച് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ വാക്ക് ശ്രദ്ധിക്കുക, അവൻ മനുഷ്യനായി എന്നാണ്. നോമ്പിൽ നമ്മൾ എന്തായി എന്നൊന്ന് ചിന്തിക്കുന്നതല്ല. അവൻ മനുഷ്യനായി, നമ്മൾ എന്തായി? പണ്ട് മനുഷ്യത്വം എന്നൊരു വാക്കുണ്ടായിരുന്നു, വളരെ പരിചിതമായ പദമായിരുന്നു. ഇന്നിപ്പോ മനുഷ്യത്വം മാറി. ഇപ്പൊ മൃഗത്വം എന്ന വാക്ക്, അങ്ങനെ ഒരു വാക്ക് മലയാളത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ പുതിയ എഴുത്തുകാരൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മൃഗത്വം. ഇപ്പൊ അവന് മനുഷ്യത്വം ഇല്ല, മൃഗത്വമെങ്കിലും അവനിൽ കാണുമോ എന്നാണ് ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത്.